ഹലോ, അസ്സലാമു അലൈക്കും. ചപ്പാത്തിക്ക് നല്ലൊരു കറി ആയാലോ ഇന്ന്. ചപ്പാത്തിക്കോ ദോശക്കോ എന്തിനു വേണമെങ്കിലും എന്താ പറയുക പറ്റിയൊരു അടിപൊളി കറിയാണ്. നിങ്ങളെ വീട്ടിൽ ചിക്കനും ബീഫും മട്ടനും ഫിഷും ഒന്നും ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് 2 പൊട്ടാറ്റോയും ഒരു ക്യാപ്സിക്കം, ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും സാരമില്ല, അത് വെച്ചിട്ട് നല്ലൊരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ ചൂടായി ഓയിൽ ഒഴിച്ച് അതിലൊരു 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതൊന്ന് പൊട്ടിക്കാം. ഇനി അതിന് ശേഷം ഒരു വലിയ ഉള്ളി നന്നായിട്ട് എന്താ പറയുക ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും ഇട്ടിട്ട് അതിലാവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി, ഒരു 5 മിനിറ്റൊക്കെ മതി. ആദ്യം നമ്മൾ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചിട്ടൊന്ന് ഉടച്ചിട്ട് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഈ ഉള്ളിയിൽ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും പൊട്ടാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ക്യാരറ്റ് വേവിച്ചുടച്ചിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിപ്പം ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് അതിട്ടാകുമ്പോൾ ടേസ്റ്റ് വേറെ ലെവലാവും. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതും ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി പിന്നെ ഇതിലിടുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്തുടഞ്ഞോട്ടെ. തക്കാളി ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെന്താ പറയുക കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ വഴറ്റി അതിങ്ങനെ വെന്ത് ഉടഞ്ഞ് നന്നായിട്ടൊരു എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു പാത്രത്തിൽ നല്ലൊരു വിട്ട് വരുന്ന ഒരു പരുവാവുമല്ലോ. ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് സമയമെടുത്തിട്ട് വഴറ്റുക, അതാണ് അത്. കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് അതിങ്ങനെ അവിടെ നിന്ന് റോസ്റ്റായിട്ട് വന്നോളും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കൊന്നുമില്ല. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുക. പക്ഷെ ഇത് എത്രത്തോളം എന്താ പറയുക വറ്റിയ ഇതായിട്ട് വരുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതാ നല്ല അടിപൊളി പൊട്ടാറ്റോ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊന്നും വീട്ടിലില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ചപ്പാത്തിക്കും പൂരിക്കും ദോശക്കും എല്ലാം അടിപൊളി. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.